കൊല്ലം ജില്ലയിൽ ഉഷ്ണതരംഗത്തിൽ 400-ലേറെ കന്നുകാലികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 38 കറവ പശുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ പ്രതിദിന പാലുൽപാദനം 30,000 ലിറ്റർ കുറവ് വന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പച്ചപ്പുല്ലും വെള്ളവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ജില്ലയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. 22 പഞ്ചായത്തുകളാണ് ജില്ലയിൽ കുടിവെള്ളക്ഷാമം നേരിടുന്നത്. നിലവിലെ കണക്ക് പ്രകാരം നിരവധി മൃഗങ്ങളാണ് സൂര്യാഘാതമേറ്റ് മരിച്ചത്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മൃഗങ്ങളെ മൃഗാശുപത്രിയിൽ എത്തിക്കണമെന്ന് ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ ഡി ഷൈൻകുമാർ പറയുന്നുണ്ട്. കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ഇത്തരത്തിലുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പകൽ 11-നും 3-നും ഇടയിൽ തുറസായ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും കന്നുകാലികളെയും മൃഗങ്ങളെയും മറ്റും തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടരുത്. അതുപോലെ തന്നെ തൊഴുത്തുകളിൽ 24 മണിക്കൂറും തണുത്ത ജലം കാലികൾക്ക് കുടിക്കാൻ വേണ്ടി ലഭ്യമാക്കണം. പാൽ കറവ് നഷ്ടം കുറയ്ക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള തണുത്ത വെള്ളം 24 മണിക്കൂറും സജ്ജീകരിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് ആവശ്യപ്പെടുന്നത്. കൂടാതെ നായ്ക്കളെയും പൂച്ചകൾക്കുമൊക്കെ സൂര്യാതാപമൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഉടൻ തന്നെ തണുത്ത പ്രദേശങ്ങളിലേക്ക് അവയൊക്കെ മാറ്റിയിട്ട് ശരീരത്തിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയ പുതപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്.